ഈ വർഷത്തെ മെയ് 31 നമ്മുടെ ഗ്രൂപ്പിലെ വളരെ യുണീക്ക് ആയ ദിവസമാണെന്ന് പറയേണ്ടതില്ലല്ലോ. 1993 ഒന്നു ചേർന്ന 25 പേരിൽ 23 പേരും വിവിധ നാളുകളിലായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. 2017 മാർച്ച് 31 വരെയുള്ളവർ SBTയിൽ നിന്നും, ശേഷമുള്ളവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും. ഗ്രൂപ്പിൽ ഉദ്യോഗത്തിൽ അവശേഷിക്കുന്ന 2 പേർ ജയശ്രീയും സനിലും ഇന്നേ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സമ്മിശ്ര വികാരമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. സുധാകരന് ശേഷം റിട്ടയർമെൻറ്റ് വേളയിലുള്ള ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കുന്നതിനുള്ള നിയോഗം ഇതോടെ അവസാനിക്കുകയാണ്. വെടിക്കെട്ടിൻ്റെ ഫിനിഷിങ്ങിന് സമാനമായി ഇരട്ട റിട്ടയർമെൻറ്റോടെയാണ് ഗ്രൂപ്പിലെ റിട്ടയർമെൻറ്റുകൾക്ക് പരിസമാപ്തിയാവുന്നത്. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ സുധാകരൻ്റെയും ഗീതാകൃഷ്ണൻ്റെയും ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമം. ഇനി സനലിനെ കുറിച്ച്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് വർക്ക്സ് കോൺട്രാക്ടറായിരുന്ന ശ്രീ ടി ബാലകൃഷ്ണൻ നായരുടെയും പഞ്ചായത്ത് വകുപ്പിൽ നിന്നും പിന്നീട് ജോയിൻറ്റ് ഡയറക്ടറായി റിട്ടയർ ചെയ്ത ശ്രീമതി PG രാജമ്മയുടെയും മൂത്ത മകനായി 1965 മെയ് മാസം 30-ാം തീയതിയാണ് നമ്മുടെ സനിൽ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം തിരുവനന്തപുരം നിർമ്മല ഭവൻ ഹൈസ്കൂളിൽ, 5-ാം തരവും 6-ാം തരവും തിരുവനന്തപുരത്തെ തന്നെ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിൽ. 7-ാം ക്ലാസ്സിലായപ്പോൾ വിദ്യാധിരാജ വിദ്യാമന്ദിറിലേക്ക് മാറി. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ക്രൈസ്റ്റ് നഗർ ഹൈസ്കൂളിൽ. പ്രീ ഡിഗ്രിയും BCom ഡിഗ്രിയും പഠിച്ചത് മാർ ഇവാനിയോസിൽ നിന്ന്. അനന്തരം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCom. ഔദ്യോഗിക ജീവിതത്തിലേക്ക് കടന്നാൽ ഈ ദീർഘകാലത്തിനിടയിൽ വിവിധ തസ്തികകളിൽ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 5.5 വർഷത്തോളം പൂവച്ചൽ ശാഖയിൽ ക്ലർക്കായി. നമുക്കെല്ലാവർക്കുമൊപ്പം 1992 ഡിസംബർ 1 മുതൽ അസിസ്റ്റൻറ്റ് മാനേജറായി ഉദ്യോഗ കയറ്റം. പരിശീലനകാലം കോട്ടയം, ആലപ്പുഴ എന്നീ പ്രധാന ശാഖകളിൽ. 1994 മുതൽ 97 വരെ കോട്ടയം മെയിൻ ബ്രാഞ്ചിൽ ഫോറക്സ് ഓഫീസറായും ഫീൽഡ് ഓഫീസറായും സേവനമനുഷ്ഠിച്ചു. 1997 മുതൽ 99 വരെ കോട്ടയം കഞ്ഞിക്കുഴി ശാഖയിൽ ഫീൽഡ് ഓഫീസർ. അതിനുശേഷം മാനേജിംഗ് ഡയറക്ടറുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി 2001 വരെ ഹെഡ് ഓഫീസിൽ. 2001 മുതൽ 2004 വരെ ആക്കുളം ശാഖയിൽ ബ്രാഞ്ച് ഹെഡായിരുന്നു. 2004 മുതൽ 2007 വരെ ട്രിച്ചിയിലെ തിരുവരമ്പൂർ ശാഖയുടെ മാനേജറായിരുന്നു. 2007-2008 കൈതമുക്ക് ശാഖയുടെ ബ്രാഞ്ച് മാനേജർ. 2008 സനിലിൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് റാങ്കൂർ പുതിയ ശാഖ തുടങ്ങിയത്. 1 വർഷത്തെ സേവനത്തിന് ശേഷം ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലെ പേഴ്സണൽ ബാങ്കിംഗ് ചീഫ് മാനേജറായി 2 വർഷം. തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൗദി അറേബ്യയിലെ ജെഡ ഓഫീസിൽ ഹെഡ് ഓഫ് ഓപ്പറേഷൻസായി തിരഞ്ഞെടുക്കപ്പെട്ട് 2016 വരെ 5 വർഷം വിദേശവാസം. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായി. ആറ്റിങ്ങൽ ബ്രാഞ്ചിലേക്കാണ് പോസ്റ്റിംഗ് കിട്ടിയത്. 6 മാസത്തെ അവിടുത്തെ ഹ്രസ്വ സേവനത്തിന് ശേഷം ബാങ്ക് ലയനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം റീജിയൻ 4 റീജിയണൽ മാനേജറായി 1 വർഷം. 2018 മുതൽ 2020 വരെ കേരള സർക്കിളിൻ്റെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ NPA ആയി ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. 2020 നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും മണിക്ക് ശേഷമുള്ള ഏക ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഉദ്യോഗക്കയറ്റം നേടി ബാംഗ്ലൂർ സർക്കിളിൻ്റെ CFO ആയി 2 വർഷം ജോലി നോക്കി. 2022 കംപ്ലയൻസ് ആൻഡ് റിസ്ക് വെർട്ടിക്കൽ വേർപ്പെടുത്തിയതിന് ശേഷം പ്രസ്തുത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ഔദ്യോഗിക ജീവിതത്തിൻ്റെ അവസാന ഘട്ടം. നമ്മുടെ ഗ്രൂപ്പിൽ 2-3 പേർക്ക് മാത്രം ലഭിച്ച വൈവിധ്യ സമൃദ്ധമായ ഔദ്യോഗിക ജീവിതം നയിച്ച ഒരാൾ സനിലാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിശയോക്തിയാവില്ല. ഏറ്റെടുത്ത
എല്ലാ ഉത്തരവാദിത്വങ്ങളും വളരെ കാര്യക്ഷമതയോടുകൂടി തന്നെ ചെയ്തു തീർത്താണ് സനിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. 1991 ഫെബ്രുവരി 10 തീയതിയായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരിൽ സർക്കിൾ ഓഡിറ്റ് ഓഫീസിൽ ചീഫ് മാനേജറായ ശ്രീമതി ബിന്ദുവുമായുള്ള സനിലിൻ്റെ വിവാഹം. മൂത്ത മകൻ ഗൗതം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായും ഇളയ മകൻ ഗോകുൽ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയും സേവനമനുഷ്ഠിക്കുന്നു. 2008 മെയ് മാസത്തിൽ അമ്മയുടെയും 2016 ജനുവരിയിൽ അച്ഛൻ്റെയും വേർപാട് ജീവിതത്തിൽ സനിലിന് ഒരു തീരാനഷ്ടമായി. സനിലിൻ്റെ ഏക സഹോദരി സജിത എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ജോലി ചെയ്യുന്നു. അവരുടെ ഭർത്താവ് ശ്രീകുമാർ നാഷണൽ ഇൻഫർമാറ്റിക്സിൻ്റെ ബാംഗ്ലൂർ ഓഫീസിൽ ടെക്നിക്കൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. അവർ ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് സനിലിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പ്ലാനിനെക്കുറിച്ച് സനിൽ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. ഈ വേളയിൽ സനിലിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും